നമസ്കാരം. നീണ്ടകാലത്തെ സ്പേസ് എക്സ്പ്ലോറേഷന് ശേഷം സുനിത വില്യംസും സഹപ്രവർത്തകരുമൊക്കെ വളരെ സേഫായിട്ട് തിരിച്ചെത്തിയത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭാരതീയർക്ക് പ്രത്യേകിച്ചും വളരെ അഭിമാനം നൽകിയ കാര്യമാണ്. നിങ്ങളും സുനിത വില്യംസിനെ പോലെ സ്പേസ് എക്സ്പ്ലോറേഷനൊക്കെ ഏറ്റെടുക്കുന്ന ആസ്ട്രോണോട്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചന്ദ്രനിലും മാർസിലുമൊക്കെ പോയി സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്തുകയും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? നമ്മുടെ വിദ്യാർത്ഥികൾ ഭാവിയിൽ ആസ്ട്രോണോട്ട് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. കമന്റ്സ് വഴി ഷെയർ ചെയ്യുക. എല്ലാറ്റിനും ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ആസ്ട്രോണോട്ട് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രധാനമായും 3 രീതിയിലാണ് നമുക്കതിനെ അപ്രോച്ച് ചെയ്യാവുന്നത്. 1 എഞ്ചിനീയറിംഗ് വഴി, 2 സയൻസ് പഠിച്ച്, 3 പൈലറ്റ് ആയതിനു ശേഷം. ഈ 3 മാർഗങ്ങളെ കുറിച്ച് നമുക്കിന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ആസ്ട്രോണോട്ട് ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിന് ശേഷം തിരഞ്ഞെടുക്കുന്ന സ്ട്രീമിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധമായും തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി ഓപ്ഷനിലായിട്ടും തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠനകാലത്ത് മാത്സിനും ഫിസിക്സിനും നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ഈസ് ഓൾ അബൌട്ട് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഇനി +2 നല്ല ഗ്രേഡോടെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പ്രധാനമായും 3 വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ വഴി ആദ്യം പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് റൂട്ടാണ്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ ഏതെങ്കിലും IITs, NITs, IIST തുടങ്ങി നാഷണൽ ലെവലിൽ പോപ്പുലർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനി സയൻസ് റൂട്ടാണ് നമുക്ക് താല്പര്യമെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സിൽ ഡിഗ്രി എടുക്കാൻ ശ്രദ്ധിക്കണം. IISc, IISER, IIST, ബിറ്റ്സ് പിലാനി തുടങ്ങിയ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അഡ്മിഷൻ നേടുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എപ്പോഴും നമുക്ക് ആസ്ട്രോണോട്ട് ആവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇനി പൈലറ്റ് റൂട്ടാണ് താല്പര്യമെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ NDA ടെസ്റ്റ് എഴുതിയിട്ട് എയർഫോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയും അല്ലെങ്കിൽ BTech കഴിഞ്ഞ് AFCAT എഴുതിയിട്ട് പൈലറ്റ് ട്രെയിനിങ് എടുക്കുകയും ആവാം. ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചുകൊള്ളുക, ആസ്ട്രോണോട്ട് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠനം ഒരിക്കലും UGയിൽ നിർത്തരുത്. PG, PhD ഒക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എയറോസ്പേസ്, ആസ്ട്രോഫിസിക്സ്, സ്പേസ് സയൻസ് തുടങ്ങിയവയിലൊക്കെ PGയും PhDയും ഒക്കെ എടുത്താൽ വളരെ നേരത്തെ തന്നെ നമുക്ക് ആസ്ട്രോണോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പഠനകാലത്ത് തന്നെ വരുന്ന ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയുടെ പ്രോഗ്രാംസ് അതുപോലെ ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, നമ്മുടെ ഇലോൺ മസ്കിന്റെ SpaceX തുടങ്ങി വിവിധങ്ങളായ അന്താരാഷ്ട്ര ഏജൻസികളാണ് ആസ്ട്രോണോട്സിന് വേണ്ടി കാത്തിരിക്കുന്നത്. മറ്റു ജോലികളെ അപേക്ഷിച്ച് ആസ്ട്രോണോട്ടിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന അവസരങ്ങളിൽ കൂടുതലായിട്ടുള്ള സ്കില്ലുകൾ കൂടി ഇത്തരം ഏജൻസികൾ ശ്രദ്ധിക്കാറുണ്ട്. ഫിസിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, ഗുഡ് ഐസൈറ്റ്, അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവിംഗ്, സ്വിമ്മിംഗ് എക്സ്പെർട്ടൈസ്, ഇതൊക്കെ ഇത്തരം സ്കില്ലുകളൊക്കെ അഡീഷണൽ ആയിട്ട് സ്പേസ് ഏജൻസികൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് റോബോട്ടിക്സിലുള്ള എക്സ്പെർട്ടൈസ്, പ്രോഗ്രാമിംഗ് സ്കില്ലുകൾ, ലീഡർഷിപ്പ് സ്കില്ലുകൾ, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ ഇവയെല്ലാം കൂടുന്ന ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയാണ് ആസ്ട്രോണോട്സിന് വേണ്ടിയിട്ട് ഇത്തരം സ്പേസ് ഏജൻസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലുള്ള പാത പിന്തുടരുകയും അതോടൊപ്പം തന്നെ പഠനകാലത്ത് തന്നെ നമ്മുടെ സ്കില്ലുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആസ്ട്രോണോട്ട് ആകുന്നതിന് വേണ്ടിയിട്ട് ഓൾ സെറ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ISROയുടെ ഗഗൻയാൻ പ്രോഗ്രാം, നാസയുടെ പ്രോഗ്രാംസ്, SpaceXന്റെ പ്രോഗ്രാംസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോഗ്രാംസ് ഇവയിലൊക്കെ പങ്കെടുക്കുന്നതിനും സെലക്ഷൻ കിട്ടുന്നതിനും ഇത്തരം തയ്യാറെടുപ്പുകൾ വളരെ അത്യാവശ്യമാണ്. നല്ല പഠനവും നല്ല തയ്യാറെടുപ്പുകളും നടത്തി നാളെ സുനിത വില്യംസിനെ പോലെയോ രാകേഷ് ശർമ്മയെ പോലെയോ ഒക്കെ ലോകം അറിയുന്ന ആസ്ട്രോണോട്ട് ആവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പഠനത്തിലും സ്കിൽ ഡെവലപ്മെന്റിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുത്തു തുടങ്ങിക്കൊള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.